നമ്മുടെ നാട് നമുക്കെല്ലാവർക്കും ജനിച്ച നാൾ മുതൽ പരിചയമുള്ള നാട് തന്നെ. പക്ഷേ നാടിൻ്റെ പ്രത്യേകത നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. ഒരു ഭാഗം വനാവരണമാണ്, വനത്തിൻ്റെ രീതികളാണ്. ഇങ്ങ് വന്നാൽ കടലോരമാണ്. പിന്നെയുള്ളത് ധാരാളം നീർത്തടങ്ങളും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് ഏതെങ്കിലും ആവശ്യത്തിന് വേറെ ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളല്ല. ഇതെല്ലാം കഴിഞ്ഞുള്ള സ്ഥലങ്ങൾ മാത്രമേ പൊതുവായി ഉപയോഗിക്കാൻ കേരളത്തിനുള്ളൂ. കേരളം വളരെ വിസ്തൃതിയുള്ള സംസ്ഥാനമല്ല. ആ ഉള്ള വിസ്തൃതിയിൽ തന്നെ നല്ലൊരു ഭാഗം ഈ തരത്തിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവയുമാണ്. അപ്പോൾ പാർപ്പിട ആവശ്യമായാൽ പോലും, അല്ലെങ്കിൽ വാണിജ്യ ആവശ്യമായാലും, വ്യവസായ ആവശ്യമായാലും, ഇനി നമ്മുടെ പൊതുവായ വിദ്യാഭ്യാസ അതുപോലുള്ള ആരോഗ്യ അതുപോലുള്ള കാര്യങ്ങളായാലും അതിനെല്ലാം ഉപയോഗിക്കാവുന്ന ഭൂമിയുടെ അളവ് അത് കൂടുതലില്ല എന്നതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. അതോടൊപ്പമോ ഭൂമിക്കേ കുറവുള്ളൂ, നമുക്ക് ജനങ്ങൾ ആവശ്യത്തിന് നല്ലതുപോലെയുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്ന ജനസാന്ദ്രത ഉള്ള ഒരു നാടാണ് നമ്മുടേത്. അപ്പം ആ ജനങ്ങളുടെ ജനസംഖ്യക്കനുസരിച്ച് ഉപയോഗിക്കാനുള്ള ഭൂമി നമുക്ക് ഇവിടെ ലഭ്യമല്ല. അത്തരമൊരു നാട്ടിലാണ് എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കൂ എന്ന ശ്രമകരമായ ദൗത്യം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നത് നാം ഓർക്കണം. ഇത്